എല്ലാവർക്കും ഒരിക്കൽ കൂടി മരിയാസ് റെസിപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ട് ഗാർലിക് ബ്രെഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്ന് കാണിക്കുന്നത്. ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 3-4 ടേബിൾ സ്പൂൺ ബട്ടർ ഒരു ബൗളിലേക്ക് മാറ്റാം. സോൾട്ടഡ് ബട്ടറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അൺസോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 4-5 വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, കുറച്ച് ഒറിഗാനോ കയ്യിലില്ലെങ്കിൽ ഇത് ഒഴിവാക്കാം. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇവിടെ ഇപ്പോൾ ഗാർലിക് ബ്രെഡിന് വേണ്ട കാര്യങ്ങളൊക്കെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഞങ്ങൾക്കെല്ലാവർക്കും മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളതുകൊണ്ട് കുറച്ച് മല്ലിയില കൂടുതലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് മല്ലിയിലയുടെ അളവ് മാറ്റാം. അടുത്തതായിട്ട് ഗാർലിക് ബ്രെഡിന് വേണ്ടത് ചീസാണ്. നിങ്ങൾക്കിഷ്ടമുള്ള ഏത് തരത്തിലുള്ള ചീസും ഇതിലേക്ക് ഉപയോഗിക്കാം. ഇവിടെ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. ഇവിടെ കുറച്ച് വലിപ്പം കുറഞ്ഞ ബ്രെഡാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ബ്രെഡ് സ്ലൈസ് എടുത്ത് ഇതുപോലെ ചീസ് ഇതിന് മുകളിലായിട്ട് ആക്കി കൊടുക്കാം. അതിനുശേഷം ഇതിന് മുകളിലേക്ക് കുറച്ച് ഒറിഗാനോയും ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല, ഇഷ്ടമുള്ളവർ മാത്രം ചെയ്തു കൊടുത്താൽ മതി. അതിനുശേഷം ഇതുപോലെ ഒരു ബ്രെഡിൻ്റെ പീസ് ഇതിന് മുകളിലായിട്ട് വെച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ബട്ടറിൻ്റെ കൂട്ട് ഇതിന് മുകളിലായിട്ട് കുറച്ച് പുരട്ടി കൊടുക്കാം. ബട്ടർ ബ്രെഡിൻ്റെ മുകളിലായിട്ട് നല്ലവണ്ണം ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ചീസിൻ്റെ സ്ലൈസ് ആയിട്ടുള്ളത് കയ്യിലുള്ളവർക്ക് ഇതുപോലെ ഒരു സ്ലൈസ് ബ്രെഡിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ചീസ് എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ മുറിച്ചെടുക്കുകയോ ചെയ്യാം. ഇനി നമുക്കിത് ദോശക്കല്ലിലോ നോൺ സ്റ്റിക്ക് പാനിലോ ടോസ്റ്റ് ചെയ്ത് എടുക്കാം. ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുമ്പോൾ ബട്ടർ പുരട്ടിയിരിക്കുന്ന ഭാഗം അടിഭാഗത്ത് വരുന്ന പോലെ വേണം വെച്ച് കൊടുക്കാൻ. അതിനുശേഷം ഇതിന് മുകളിലായിട്ട് വീണ്ടും ബട്ടറിൻ്റെ കൂട്ട് പുരട്ടി കൊടുക്കാം. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഒരു പ്രാവശ്യം ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. കുട്ടികൾക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നമുക്കിത് കൊടുക്കാം. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കിത് ടിഫിൻ ബോക്സിലാക്കി കൊടുത്തു വിടുവാണെങ്കിൽ അവർക്കും ഇത് കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും. എല്ലാവരും ഇതുപോലെയൊന്ന് ചെയ്തു നോക്കുക. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.